So hi guys, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് അൺലേൺ അക്കാഡമിയിലെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ലീഡ് ആഡ് റൺ ചെയ്യാൻ എങ്ങനെയാണ്, ബട്ട് നമ്മൾ ഫോം മാത്രം ഡിസ്കസ് ചെയ്തില്ല അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇവിടം വരെയായിരുന്നു. അതായത് ഒരു ആഡിൽ എങ്ങനെയാണ് നമ്മൾ ഫോം സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഒരു ഫോം ഉണ്ട്. ക്രിയേറ്റ് ഫോം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫോമിന് പേര് കൊടുക്കുക. കാരണം ഫോമിൽ പേര് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഫോമിൽ പേര് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നുള്ള ചാൻസ് നല്ല കൂടുതൽ തന്നെയാണ്. ഇവിടെ നമുക്ക് 3 രീതിയിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, 3 രീതിയിൽ നമുക്ക് ഓപ്ഷൻസ്, അതായത് ഫോമിന് നമുക്ക് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഫോമിന് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മോർ വോളിയം, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റന്റ്, മൂന്നെന്ന് പറഞ്ഞാൽ റിച്ച് ക്രിയേറ്റീവ്. ഇങ്ങനെ 3 രീതിയിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് വരുന്നത് റിച്ച് ക്രിയേറ്റീവ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചപ്പോഴത്തേക്ക് പോവാം. കാരണം റിച്ച് ക്രിയേറ്റീവ് നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് 2 കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് അഡ്വാൻസും കുറച്ച് ഫീച്ചേഴ്സും കൊടുക്കാൻ പറ്റിയത് റിച്ച് ക്രിയേറ്റീവിലാണ്. സോ നമുക്ക് അതിലോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇമേജ് വെച്ചുകൊണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട്, ഒരു ടൈറ്റിൽ വെച്ചുകൊണ്ട് ഒരു പേജ് ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് നമുക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ അൺലേണിന്റെ ലോഗോയാണ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഹെഡിങ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഹെഡിങ്സ് നമുക്ക് ഇവിടെ താഴെ കൊടുക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള ഹെഡിങ് തന്നെ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം. കുറച്ചുകൂടെ താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനും ഇതുപോലെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷന് ഞാൻ സെയിം ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കുറച്ച് ലെങ്തി ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. പിന്നെ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. എങ്ങനെയായിരിക്കും ഇത് വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ബെനിഫിറ്റ്സ് ഓപ്റ്റ് 2 2 കൂടുതലോ അല്ലെങ്കിൽ 2 3 നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നിങ്ങൾക്ക് ഹെഡിങ് ബൈ ഹെഡിങ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഫസ്റ്റ് പേജിൽ തന്നെ. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫസ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അതായത് ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ജെനുവിൻ ഓഡിയൻസിൻ്റെ അടുത്ത് എത്താനായിട്ട് ഒരു പോസിബിലിറ്റി നല്ല കൂടുതലായിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ കമ്പനി ബേസ് ചെയ്ത് ട്രസ്റ്റ് കൂടാനുള്ള ചാൻസ് നല്ല കൂടുതലായിരിക്കും. സോ ബെനിഫിഷ്യൽ ഓപ്ഷനിലാണ്. ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും വരുന്നുണ്ട്. ജസ്റ്റ് അത് പോയിന്റ്സ് ആയിട്ടായിരിക്കും സെലക്ട് ആവുക. ലൈക്ക് നമുക്കിവിടെ കാണാൻ പറ്റും പ്രിവ്യൂവിൽ. കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബിൽഡ് യുവർ സ്റ്റോറി എന്നൊരു ഓപ്ഷനും വരുന്നുണ്ട്. ബിൽഡ് യുവർ സ്റ്റോറിയിൽ ഹൗ ഇറ്റ് വർക്ക്സ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതലോ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹൗ ഇറ്റ് വർക്ക്സ് കൊടുക്കുകയാണ്. അത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, അതിൽ ഹെഡിങ് എന്ന് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ-കോമേഴ്സ് സർവീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ വരുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ പേരും അതുപോലെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് പ്രോഡക്ട്സും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ പ്രൂഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോഷ്യൽ പ്രൂഫ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒരു കാരസോൾസ് എന്ന രീതിയിൽ സോഷ്യൽ പ്രൂഫിൽ മെയിനായിട്ട് വരുന്നത് ടെസ്റ്റിമോണിയൽ ബേസ് ചെയ്ത്, അതായത് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ജെന്യുവിൻ ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിലും അത് ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇൻസെൻറ്റീവ്സ് എന്നുള്ള രീതിയിൽ. അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ വരുന്നുണ്ട്. സോ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഡേറ്റ്, അതേപോലെ തന്നെ എത്ര മണിക്കൂറാണ് അത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അത് ഫ്രീ സെഷനൊക്കെ ആയിരിക്കുമോ എന്നുള്ളൊരു ഫസ്റ്റ് ഇൻസെൻറ്റീവ് വരുന്നുണ്ട്. സെക്കൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. തേർഡ് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിമിതികൾ കൊടുക്കാനുള്ള ഒരു ഫീച്ചറും വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പേജിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് വരുന്നത്. സെക്കൻഡ് വരുന്നതാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഫോമിൽ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാം. നെയിം ആഡ് ചെയ്യാം, ഇമെയിൽ ആഡ് ചെയ്യാം, മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം, ലൊക്കേഷൻ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ക്വസ്റ്റ്യൻസ് തന്നെ സെഷൻ തന്നെ. ഇവിടെ നമുക്ക് ആഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ താഴോട്ട് വന്നാൽ ആ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിലുണ്ട്, അതുപോലെ ഫുൾ നെയിം ഉണ്ട്. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആഡ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം, ഇല്ല നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ഈ ഫോം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് പ്രൈവസി പോളിസി എന്നുള്ളൊരു പേജ്. പ്രൈവസി പോളിസിക്ക് നമുക്ക് ആദ്യം ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് നമ്മളെ കമ്പനിയുടെ പേര് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ ആഡ് സോമിയ അല്ലെങ്കിൽ അൺലേൺ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പ്രൈവസി പോളിസി ലിങ്ക് കൂടെ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. പിന്നെ വരുന്നതാണ് നമ്മളുടെ മെസ്സേജ്, അതായത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം താങ്ക് യു മെസ്സേജ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഹെഡിങ്ങും കൊടുക്കാം, അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. അതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു ബട്ടണും കൂടെ കൊടുക്കാൻ പറ്റും. ബട്ടൺ 3 രീതിയിലാണ് മെയിനായിട്ട് വരുന്നത്. നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു കോൾ ടു ആക്ഷൻ എന്നുള്ള ബട്ടൺ കൊടുക്കാം,
ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഫയലോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ വ്യൂ എന്നുള്ള രീതിയിൽ അതും നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ലീഡ് ഫോം ഫില്ല് ചെയ്യാനായിട്ട് വരുന്നത്. സോ ഇത് പോരാനായിട്ട് നമുക്കൊരു കോൾ ടു ആക്ഷൻ, നേരത്തെ പറഞ്ഞ കോൾ ടു ആക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ഫോം ബേസ് ചെയ്തിട്ടുള്ള ബട്ടണിൻ്റെ നെയിമും നമുക്ക് കൊടുക്കാം. ഗെറ്റ് എസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് വെച്ചിട്ടോ നമുക്ക് ജസ്റ്റ് ആ ഒരു ബട്ടണിൻ്റെ നെയിമും കൂടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സാണ് നമുക്ക് നോർമലി ലീഡ് ജനറേഷൻ ബേസ് ചെയ്ത് വരുന്നത്. സോ ഇത് നമ്മൾ എത്രമാത്രം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇത്രമാത്രം അട്രാക്റ്റീവ് ആക്കാൻ പറ്റുമോ അത്രമാത്രം ട്രസ്റ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് കൂടാൻ ചാൻസ് വരും. അവർ കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ട് നമ്പേഴ്സ് ഒക്കെ തരാനുള്ള ചാൻസ് ഒക്കെ നല്ല കൂടുതലായിരിക്കും. ഇനി ജസ്റ്റ് ക്രിയേറ്റ് ഫോം കൊടുക്കുക, പബ്ലിഷ് കൊടുക്കുക, നിങ്ങൾ ആഡ് റൺ ആവുന്നതായിരിക്കും. സോ ഇത്ര ഈസി സ്റ്റെപ്സ് ആണ് വരുന്നത്. അഥവാ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക, അഥവാ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, രഞ്ജിത്ത് ഫ്രം അൺലേൺ അക്കാഡമി. താങ്ക് യു.